പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന യൂട്യൂബർമാരോടും ജനം ടിവിയോടും കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ആയി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിവസം മുൻപ് വരെ കേരളത്തിൽ BJP ഹാൻഡിലുകളും സംഘപരിവാർ ഹാൻഡിലുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പ്രചരിപ്പിച്ചിട്ടുള്ള എഴുത്തുകൾ എൻ്റേതായിരുന്നുവെന്ന് എനിക്ക് അഭിമാനത്തോടെ നിങ്ങളടുത്ത് പറയാം. കാരണം ഞാൻ BJPക്ക് വേണ്ടി എഴുതിയതല്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഒരുത്തനെയും ബോധിപ്പിക്കാനല്ല, പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ്, അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത, എനിക്കെതിരെ പച്ചക്കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടിവിയോടും എനിക്കെതിരെ ഒരു കേസ്, ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിയോടും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ തീർച്ചയായും വളരെയധികം ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരാൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ്, ഒരു സംശയവുമില്ല. അതുപോലെ രാജ്യത്തിന് വേണ്ടിയിട്ടും സ്റ്റേറ്റിന് വേണ്ടിയിട്ടും സംസാരിക്കുമ്പോൾ തീർച്ചയായും വളരെ കൃത്യതയും നമ്മുടെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കാനും പാടുള്ളൂ. ഒരു കാരണവശാലും വേറെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്താണ്. അതുകൊണ്ട് ദയവായി ഞാൻ പറയുന്നു, പ്ലീസ് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ, നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ. മൈ ബ്രദർ അഖിൽ മാരാർ. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മാത്രമേ ഏത് ഉമ്മാക്കിയെയും പേടിച്ചിട്ട് കാര്യമുള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഇതുവരെയും ജീവിച്ചതെങ്കിൽ ഇന്നലെ വരെയും ഒരുത്തന്റെയും പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് സഞ്ചരിച്ചത്. പറയാനുള്ളത് ആത്മധൈര്യത്തോടുകൂടി പറഞ്ഞു തന്നെയാണ് ഇന്നലെ വരെ സഞ്ചരിച്ചത്. ഇടയ്ക്ക് എപ്പോഴയോ വന്നു ചേർന്നവർ മാത്രമാണ് എന്നെ അനുകൂലിച്ചിട്ടുള്ളവരെന്ന് മാത്രമാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത്. വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും എനിക്ക് ചാർത്തി തരുന്ന പട്ടങ്ങളെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടുകൂടി പലപ്പോഴും ഞാൻ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ആദ്യം ജനം ടിവിയുടെ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ്, അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായി എന്ത് കാര്യങ്ങളും സംസാരിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നവരോടും വായി തോന്നുന്ന വിളിച്ചു പറയുന്നവരോടും മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആമുഖമായി പറയുന്നത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസിലെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത്? ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യുദ്ധത്തിന് തൊട്ടു മുൻപ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ 27 പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്ത് രാജ്യസുരക്ഷ വീഴ്ചയുണ്ടായി, പ്രധാനമന്ത്രി വീഴ്ച വരുത്തി, ബീഹാർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ അഖിൽ മാരാർ ബ്രദർ, നമ്മൾ ആവശ്യമില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും, സമൂഹത്തിന് ആവശ്യമുള്ളതാണെന്ന് എനിക്കറിയില്ല. ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ അബദ്ധം പറ്റിയാൽ അത് തിരുത്താനുള്ള ഒരു ഇത് കാണിക്കുക. നിങ്ങൾ ഇപ്പം എനിക്കറിയുന്ന ഒരു അഖിൽ മാരാർ വളരെ ബ്രില്യൻ്റാണ്, സ്മാർട്ടാണ്, കാര്യങ്ങളെ ഗൗരവമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നോക്കിയും കണ്ടും, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ് നോക്കിയും കണ്ടും സംസാരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദയവായി ബ്രദർ ഇതുപോലുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക, പ്ലീസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കോൺഗ്രസിൽ സീറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണോ? റോബർട്ട് വദ്ര പറയുകയുണ്ടായി, ഇന്ത്യയുടെ മുസ്ലിങ്ങൾ അസഹിഷ്ണുത പൂണ്ട് ചെയ്ത പ്രവൃത്തിയാണ് പഹൽഗാമിലേതെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ രഹസ്യമായി AICC ഓഫീസിലേക്ക് വിളിച്ച് രാഹുൽ ഗാന്ധി 2 അടി കൊടുക്കണം എന്ന് എഴുതിയ ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ?
ഞാൻ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്ത്യ യുദ്ധമുഖത്ത് നിന്നപ്പോഴോ നമ്മുടെ സൈനികർ ഈ വിഷയത്തിൽ നേരിട്ട സമയത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ പ്രൈം മിനിസ്റ്ററെയോ ഈ രാജ്യത്തെയോ സൈന്യത്തെയോ ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും എന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയെങ്കിലും നേരിയ പിന്തുണയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിനും കൊടുക്കണമെന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. തുർക്കിക്ക് പണം കൊടുത്തിട്ടുള്ളവരെയും തുർക്കിയെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളവർ ആരാണെന്ന് BJP നേതാക്കന്മാർക്കും അറിയാം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ചോദിച്ചാൽ ആ ഒരു ഭാഗത്തേക്ക് പോവുക. ഇനി മൂന്നാമത്, രാജ്യവിരുദ്ധ പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റി എനിക്കെതിരെ കൊട്ടാരക്കരയിൽ ഒരു പരാതി കൊടുത്തു. അതിൽ അവർ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ ബലൂചിസ്ഥാൻ വിഷയത്തിനകത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ വിഷയത്തിനകത്ത് അടിസ്ഥാനം ഉന്നയിക്കത്തക്ക തെളിവുകൾ നൽകാൻ കഴിയില്ല. പക്ഷേ ഉന്നയിച്ച കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അവിടെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നിരായുധരെ കൊല്ലുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. ഞാൻ ഒരിടത്തു പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്റെ ലൈവിൽ വളരെ വ്യക്തമാണ്. പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ രാജ്യം മറ്റൊരു രാജ്യത്തെ നിരന്തരം ആക്രമിക്കുന്നതിലല്ല, ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുന്നതിലോ അല്ലെങ്കിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിലോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വീറ്റിനും പ്രസക്തി വരുന്നത്. ഇന്ത്യയോടും അമേരിക്കയോടും ഞാൻ സംസാരിച്ചു. ഞാൻ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് അവസാനിപ്പിക്കും. സഡൻലി ആൾ ഓഫ് എ സഡൻ ഇന്ത്യയും പാകിസ്ഥാനും ഇത് അംഗീകരിച്ചു. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് അൾട്ടിമേറ്റ്ലി കൊണ്ടുപോയതും അൾട്ടിമേറ്റ്ലി എടുക്കാൻ ആഗ്രഹിച്ചതും അമേരിക്കയാണ് എന്ന് ഇന്നത്തെ ദിവസം കൂടി ട്രംപ് പറയുമ്പോൾ എന്തുകൊണ്ട് ട്രംപിനോട് കൃത്യമായ ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല എന്നുള്ളത് ാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ RSS ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങളെ പഞ്ചപുച്ഛമടക്കി വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വെറും തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായി മാറിയല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. ജനൻ ടിവിയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ജനൻ ടിവി എനിക്കെതിരെ പറഞ്ഞത്. കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിയുടെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ ലൈവിനിടയിൽ ഞാൻ മറന്നുപോയി. അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളാണ് അവർ എഴുതി ചേർത്തേക്കുന്നത്. അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോഴെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് കേസ് കൊടുക്കാനുള്ള മാന്യത കാണിക്കുക. പോലീസ് കേസെടുത്താൽ ആ കേസ് ഞാൻ നിയമപരമായി നേരിട്ടോളാം. അതിനുള്ള ആംബിയർ എനിക്കുണ്ട്. ഇനി അതിന്റെ പേരിൽ ഇപ്പം കുറേ തലയ്ക്ക് വെളിവില്ലാത്ത യൂട്യൂബർമാർ ഇന്നലെ തൊട്ട് പറയുന്ന കേൾക്കുന്നു, പോലീസ് വീട് വളഞ്ഞു. ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോഴും ഞാൻ ആക്ച്വലി ലൈവ് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള സൗണ്ട് കയറിയവരായിരിക്കാൻ വേണ്ടി മാത്രം കാറിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തൂക്കിയെടുത്ത് അകത്തിട്ട് ഭീഷണിപ്പെടുത്താനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാവ് ഇനിയും ചലിച്ചുകൊണ്ടേയിരിക്കും, കൂടുതലും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും മരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ എതിർത്തുകൊണ്ടേയിരിക്കും. താങ്ക് യു.